വർജിക്കാൻ കടപ്പെട്ടവരാണ് നമ്മളൊക്കെ. അതുകൊണ്ടാണ് ഏത് വിഷയം വരുമ്പോഴും സമസ്ത എന്ത് പറയുന്നു എന്ന് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് ലോകത്ത് തന്നെ തുല്യതയില്ലാത്ത മലയാളികൾക്ക് മാത്രം അല്ലാഹു തആല തന്ന സുഹൃതമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്നത്. ഇനി ഞാൻ എന്റെ കൂട്ടുകാരോട് പറയട്ടെ, ഉലമാക്കളുടെ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ ഉലമാക്കൾ ആരാണ് എന്ന് ചെറിയ നിലയിലെങ്കിലും മനസ്സിലാക്കൽ അനിവാര്യമാണ്. അപ്പോഴാണല്ലോ അവരുടെ മഹത്വം നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുക. ആരാണ് നമ്മുടെ ഉലമാക്കൾ? അല്ലെങ്കിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതൃസ്ഥാനത്തിരിക്കുന്ന ഉലമാക്കൾക്കുള്ള യോഗ്യത എന്താണ്? ഇത് മനസ്സിലാക്കുമ്പോഴാണ് ഞാൻ ആമുഖമായി ഓതിയ ആയത്ത് ഒന്ന് വിശദീകരിക്കപ്പെടേണ്ടി വരുന്നത്. നമ്മൾ ചെവിമുളച്ചത് മുതൽ എന്നല്ല, ലോകത്തിന് ചെവിമുളച്ചത് മുതൽ ലോകത്ത് കേൾക്കുന്ന ഏറ്റവും മനോഹരമായ ശബ്ദം അല്ലാഹുവിന്റെ തൗഹീദാണ്. അതിനേക്കാൾ വലിയ ഒരു ശബ്ദമില്ല. അല്ലാഹുവിന് അതിലും ഇഷ്ടമുള്ള വേറൊരു ശബ്ദമില്ല. ആ തൗഹീദിനെ അല്ലാഹു തആല സാക്ഷികളെ കൊണ്ടുവരുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിന്റെ 1/3 ഭാഗം തൗഹീദിന് വേണ്ടി മാത്രമാണെന്ന് ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി തങ്ങൾ തന്റെ തഫ്സീറിൽ വിശദീകരിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ 3 ഭാഗങ്ങളാണ്. അതിൽ ഒരു ഭാഗം തൗഹീദാണ്, മറ്റൊരു ഭാഗം അഹ്കാം, വിധിവിലക്കുകൾ, നിയമങ്ങളാണ്. മൂന്നാമത്തെ ഒരു ഭാഗം സാരോപദേശങ്ങളാണ് എന്ന് ബഹുമാനപ്പെട്ട ഖുർത്തുബി തങ്ങൾ തന്റെ തഫ്സീറിൽ വിശദീകരിക്കുന്നുണ്ട്. ആ 1/3 ഭാഗം അല്ലാഹു തആല പറയാൻ മാറ്റിവെച്ചത് തൗഹീദാണ്. അതുകൊണ്ട് തന്നെയാണ് ആ തൗഹീദ് വിശദീകരിക്കുന്ന അധ്യായത്തെക്കുറിച്ച് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നഹാ ലതഅദിലു സുലുസൽ ഖുർആൻ. സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പറയുന്ന അധ്യായം വിശുദ്ധ ഖുർആനിന്റെ 1/3 കിടപിടിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം അതിൽ മുഴുവനും തൗഹീദാണ്. അപ്പൊ അത്രമേൽ പ്രസക്തമാണല്ലോ തൗഹീദ്. പരിശുദ്ധ ഖുർആനിന്റെ 1/3 ഭാഗം അതിന് മാറ്റിവെച്ചു എന്ന് പറഞ്ഞാൽ അതാണല്ലോ നാം മനസ്സിലാക്കുന്നത്. എങ്കിൽ ആ തൗഹീദിന് നമ്മുടെ കണ്ണിൽകളെ തആല കൊണ്ടുവരുന്നുണ്ട്. അല്ലാഹുവിന്റെ തൗഹീദിന് അല്ലാഹു കൊണ്ടുവരുന്ന സാക്ഷികളെ പരിശുദ്ധ ഖുർആൻ അടയാളപ്പെടുത്തുന്ന 18-ാമത്തെ വചനം, ശഹീദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവ വൽ മലായികതു വഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്ത്. ഒന്നാമത്തെ സാക്ഷിയായിട്ട് അല്ലാഹു പറയുന്നു, അല്ലാഹു തന്നെയാണ്. അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവ, ആരാധനക്കർഹൻ അല്ലാഹുവല്ലാത്ത മറ്റാരുമില്ല എന്ന പരമസത്യത്തിന്റെ ഒന്നാമത്തെ സാക്ഷി അല്ലാഹു തന്നെയാണ്. രണ്ടാമത്തെ സാക്ഷിയായിട്ട് ഖുർആൻ പറയുന്നു, വൽ മലായികതു, അല്ലാഹുവിന്റെ കോടാനകോടി മലക്കുകളാണ്. ഒരുപക്ഷെ സാധാരണക്കാരായ നമ്മുടെ നഗ്നനേത്രം കൊണ്ട് മലക്കുകളെ കാണാൻ നമ്മൾക്ക് സാധിക്കില്ല. മൂന്നാമതായിട്ട് അല്ലാഹു തആല പറയുന്നു, വഉലുൽ ഇൽമി, വിവരമുള്ള ഇൽമുള്ള മഹത്തുക്കളായ പണ്ഡിതന്മാർ, ഉഖറവിയായ ആലിമീങ്ങൾ, അവരാണ് അല്ലാഹുവിന്റെ തൗഹീദിന്റെ ഈ പ്രപഞ്ചത്തിലെ സാക്ഷികൾ. അവരാണ്. ഒരുപക്ഷെ നാം മനസ്സിലാക്കുന്ന ആലിമീങ്ങൾക്ക് ഒരുപാട് മഹത്വങ്ങൾ ഉണ്ടാവാം. പക്ഷെ ആ മഹത്വങ്ങളുടെ ഒക്കെയും മേലെ എവിടെയാണ് ചെറുശ്ശേരി ഉസ്താദിന്റെ പൊസിഷൻ, അല്ലെങ്കിൽ മഹാനായ ശംസുൽ ഉലമയുടെ പൊസിഷൻ എന്ന് നമ്മൾ അന്വേഷിക്കുമ്പോ നാം വായിച്ചെടുക്കുക അല്ലാഹുവിന്റെ തൗഹീദിന് ഓരോ കാലഘട്ടത്തിലും അല്ലാഹു തആല കൊണ്ടുവരുന്ന സാക്ഷികളത്രേ ഉഖറവിയായ മഹാപണ്ഡിതന്മാർ. ഒരുപാട് മഹത്വങ്ങൾ പരിശുദ്ധ ഖുർആനിന്റെ നസ്സായ ആയത്തുകളിൽ തന്നെ നമ്മൾക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. തങ്ങൾ തന്റെ തഫ്സീറിൽ എഴുതി വെക്കുന്നത്, വഹാദിഹി ഖുസൂസിയത്തുൻ അദീമത്തുൻ ലിൽ ഉലമാഇ ഫീ ഹാദൽ മഖാം. ഈ ഒരു സ്ഥാനത്ത് നിർത്തുക വഴി ഉഖറവിയായ ആലിമീങ്ങൾക്ക് അല്ലാഹു കൊടുക്കുന്ന മഹത്വം വളരെ വലുതാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ എഴുതി വെച്ചു. അല്ലാഹുവിന്റെ തൗഹീദിന്, ലോകത്ത് തൗഹീദ് പറഞ്ഞു കൊടുക്കാൻ അല്ലാഹു തആല കൊണ്ടുവന്ന മഹത്തുക്കളായ ദീനിന്റെ സാക്ഷികളാണ് ഉഖറവിയായ പണ്ഡിതന്മാർ. ഈ ഒരർത്ഥത്തിൽ മഹാനായ ശൈഖുനാ ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെ നമ്മളൊന്ന് വായിച്ചാൽ ഒരൊറ്റ പ്രസംഗം മതി അല്ലാഹുവിന്റെ തൗഹീദിന് മഹാനവർകൾ നൽകിയ സംഭാവന മനസ്സിലാക്കാൻ. അവിടുത്തെ ഏതൊക്കെ വഴിയിൽ കൊടുക്കാൻ സാധിക്കുമോ എന്ന് പൗരോഹിത്യം ആലോചിച്ചപ്പോ ഏത് വഴി പറഞ്ഞപ്പോഴും യാതൊരു വൈമനസ്യവുമില്ല, വിഷമമില്ലാതെ നട്ടെല്ല് നിവർത്തിപ്പിടിച്ച്
കേരളത്തിന് എന്നല്ല ലോകത്തിന് അഭിമാനമായിട്ട് മഹാനായ ശൈഖുന സംസാരിച്ചു. ഒരുപക്ഷെ വത്തിക്കാനിലെ പോപ്പിന്റെ കസേരയിൽ വരെ ആ ചർച്ചയെത്തി എന്നത് ഇതിന്റെ അളവും വലിപ്പവും മനസ്സിലാക്കാൻ നമ്മൾക്ക് സാധിക്കുന്നതാണ്. ആ നിലയിലായിരുന്നു. അതുകൊണ്ട് തന്നെയായിരുന്നല്ലോ അന്ന് ശൈഖുനയുടെ പ്രസംഗം റെക്കോർഡ് ചെയ്യാൻ വന്ന ിൽ വന്ന് വിനയാനീതനായി ശൈഖുനയുടെ കൈപിടിച്ചിട്ട് അങ്ങയുടെ പ്രസംഗം റെക്കോർഡ് ചെയ്യാൻ വന്ന ഫാദർ ഞാൻ ജോണല്ല, ഇനി ഞാൻ അബ്ദുള്ളയാണ്. ജോണിൽ നിന്ന് അബ്ദുള്ളയിലേക്കുള്ള പരിവർത്തനത്തിന് കാരണമായത് ശൈഖുനയുടെ പ്രസംഗമായിരുന്നു. അത്തരത്തിലുള്ളവരാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അമരത്തിരുന്ന മഹാന്മാരായ പണ്ഡിതന്മാർ. അലിമീങ്ങളുടെ മഹത്വം പറയുന്നിടത്ത് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി തങ്ങൾ തന്റെ ഇഹ്യയിൽ വരെ പറയുന്നുണ്ടല്ലോ. ഉലമാഇന്റെ മഹത്വം പറയുന്നിടത്ത് അവർ അല്ലാഹുവിന്റെ തൗഹീദിന് സാക്ഷികളാണ്. ഒന്നുകൂടെ വിശുദ്ധ ഖുർആൻ സൂറ റഅദിലെ 43-ാമത്തെ ആയത്ത് വയഖൂലുൽ ലദീന കഫറൂ ലസ്ത മുർസലൻ قل كفى بالله شهيدا بيني وبينكم ومن عنده علم الكتاب قل كفى بالله. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ, അല്ലാഹു കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും കേൾക്കപ്പെടേണ്ടത്, ലോകത്തെ ഏറ്റവും പറയപ്പെടേണ്ടത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അവിടുത്തെ റിസാലത്തിനും അല്ലാഹു തആല സാക്ഷികളെ കൊണ്ടുവരുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ പറയുന്നു വയഖൂലുൽ ലദീന കഫറൂ. അല്ലാഹുവിന്റെ ദീപോയ കുഫർ തലക്ക് പിടിച്ചു പോയ ആളുകൾ പറയുന്നുണ്ട് ലസ്ത മുർസലൻ, അങ്ങ് മുർസലല്ലെന്ന് പറയുന്നുണ്ട്, അങ്ങേക്ക് റിസാലത്ത് ലഭിച്ചിട്ടില്ലെന്ന് പറയുന്നുണ്ട്. നബിയെ ഖുൽ, അങ്ങതിൽ വ്യാകുലപ്പെടേണ്ടതില്ല, അങ്ങ് പറ കഫാ ബില്ലാഹി ഷഹീദാ, അല്ലാഹു നബി സാക്ഷിയായിട്ട് ബൈനി വ ബൈനക്കും, എനിക്കും നിങ്ങൾക്കും ഇടയിൽ സാക്ഷിയായിട്ട് അല്ലാഹു മതി എന്ന് പറഞ്ഞേക്ക് നബിയെ. നിങ്ങൾ ആരുടെയും തിട്ടൂരം എനിക്ക് ആവശ്യമില്ലെന്ന് പറഞ്ഞേക്ക് നബിയെ. അങ്ങയുടെ റിസാലത്ത് ഇതാ അല്ലാഹു സമ്മതിച്ചു തന്നതാണ്. പിന്നെയോ വമൻ ഇൻദഹു ഇൽമുൽ കിതാബ്, കിതാബിൽ വിവരമുള്ള ആലിമീങ്ങൾ, വേദഗ്രന്ഥങ്ങളിൽ വിവരമുള്ള ആലിമീങ്ങൾ അങ്ങയുടെ റിസാലത്ത് അംഗീകരിക്കും നബിയെ. തൗറാത്തിനെ കുറിച്ച് വിവരമുള്ളവർ, ഇൻജീലിൽ അവഗാഹമുള്ളവർ, സബൂറിനെ കുറിച്ച് കേട്ടറിവ് പോലുമുള്ളവർ അങ്ങയുടെ വരവിനെ സമ്മതിക്കാതിരിക്കില്ല. മഹാനായ ശംസുൽ ഉലമയെ പോലുള്ള ബഹുമാനപ്പെട്ട സൈനുൽ ഉലമാ ചെറുശ്ശേരി ഉസ്താദിനെ പോലുള്ള മഹാരഥന്മാർ അല്ലാഹു കൊടുക്കുന്ന അംഗീകാരം എല്ലാം വാങ്ങാൻ അർഹതപ്പെട്ടവർ തന്നെയാണല്ലോ. അപ്പൊ ആരാണ് ആലിമീങ്ങളെന്ന് നാം മനസ്സിലാക്കുമ്പോ കുറച്ച് ഞാൻ പരത്തി പറഞ്ഞു എന്ന് മാത്രം. ഒറ്റ വാക്കുകൂടെ ഈ വിഷയമായിട്ട് സൂചിപ്പിച്ചാൽ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണല്ലോ അവസാനത്തെ മുന്നറിയിപ്പുകാരൻ. ആ നേതാവിന് ശേഷം പിന്നെ പ്രവാചകന്മാർ വന്നില്ല. പക്ഷേ തന്റെ കാലഘട്ടത്തിൽ അല്ലാഹു തആല പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനിക്കുന്നത് നല്ല കേൾപ്പിച്ച പണ്ഡിതന്മാരെ കൊണ്ടാണ്. അവിടത്തേക്ക് വല്ല വിഷമവും വന്നാൽ ഉടനെ തന്നെ അല്ലാഹു ആശ്വസിപ്പിക്കുന്നത് നമ്മൾക്ക് കാണാം. അവിടത്തേക്ക് അല്ലാഹു തആല 3 ആൺകുട്ടികളെ കൊടുത്തിരുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആൺമക്കളുണ്ടായിരുന്നു, പക്ഷേ ഒന്നുപോലും ബാക്കിയായില്ല. എന്റെ പ്രിയപ്പെട്ട മക്കൾ വിട പറഞ്ഞപ്പോൾ അതേറ്റ ആഘാതം അവിടത്തേക്ക് സഹിക്കാൻ പറ്റാവുന്നതിലപ്പുറത്തായിരുന്നു. തന്റെ കുഞ്ഞുമോൻ തന്റെ മടിയിൽ കിടന്ന് വിട പറയുമ്പോ ഒരു വേള അവിടുത്തെ കണ്ണിൽ നിന്ന് വെള്ളമൊഴുകിയപ്പോ മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, നബിയെ അങ്ങ് കരയുകയാണോ? ഞങ്ങൾ കരയുന്നുണ്ട്, പക്ഷേ അങ്ങും കരയുകയാണോ എന്ന് ചോദിച്ചപ്പോ അവിടുന്ന് പറയുന്നുണ്ട്, അബ്ദുറഹ്മാനെ, കണ്ണിൽ നിന്ന് വെള്ളമൊഴുകാതിരിക്കുമോ? കൽബ് വേദനിക്കാതിരിക്കുമോ? നമ്മുടെ റബ്ബിനെ പൊരുത്തപ്പെടുത്തുന്ന വർത്തമാനമല്ലാതെ നമ്മൾ പറയരുതെന്നാണ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത്. കണ്ണിലെ വെള്ളം ഒഴുകട്ടെ, അതിന് വിരോധമില്ല. ആ നിലയിൽ അവിടുന്ന് വിഷമിച്ചു. അവിടുത്തെ മക്കൾ വിട പറഞ്ഞു പോയപ്പോ അതിനുശേഷമാണ് ആശ്വാസത്തിന്റെ വചനമായി അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ ഏറ്റവും ചെറിയ അധ്യായമായ സൂറത്തുൽ കൗസർ ഇറങ്ങുന്നത് അതിനുശേഷമാണ്. ആ സൂറത്തുൽ കൗസർ ഒരുപക്ഷേ വിശുദ്ധ ഖുർആനിൽ കേവലം ഒരൊറ്റ വരി മാത്രമുള്ള ഖുർആന്റെ ബാലപാഠമെങ്കിലും പഠിച്ച ഏതൊരു കുഞ്ഞുമോനും മനഃപ്പാഠമുള്ള അധ്യായമാണ് സൂറത്തുൽ കൗസർ. പക്ഷേ ആ സൂറത്തുൽ കൗസറിന്റെ അർത്ഥവ്യാപ്തി അവിടെ നമ്മൾക്ക് സൈനുൽ ഉലമയെ കാണേണ്ടി വരും, അവിടെ നമുക്ക് ശംസുൽ ഉലമയെ കാണേണ്ടി വരും, അവിടെ നമ്മൾക്ക് കാളമ്പാടി ഉസ്താദിനെ കാണേണ്ടി വരും. മഹാനായ ഫഖ്റുദ്ദീൻ റാസി തങ്ങൾ തന്റെ തഫ്സീറിൽ അൽ കൗസർ എന്ന പദത്തിന് 15 വ്യാഖ്യാനങ്ങൾ നൽകുന്നു.
നമ്മൾക്കറിയുന്ന ഒരു കൗസറുണ്ട്, അശദ്ദു ബയാദൻ മിനൽ ലബൻ വഅഹ്ലാ മിനൽ അസൽ എന്നൊക്കെ നമ്മൾ പറയുന്ന പാലിനേക്കാൾ വെളുത്തതും ാൾ മധുരമുള്ളതുമായ ഒരു പാനീയമാണ് കൗസർ എന്ന് നമ്മൾക്കറിയാം. നമ്മൾ പഠിച്ച കൗസറാണത്. നബിയെ, അങ്ങെന്തിനാണ് നമ്പരപ്പെടുന്നത്? അങ്ങയുടെ ജീവിതത്തിലേക്ക് കടന്നു കയറിയിട്ട് അങ്ങേ ആക്ഷേപിക്കുന്ന ആളുകൾക്ക് മറുപടിയായിട്ട് അള്ളാഹു അവിടുത്തെ ആശ്വസിപ്പിച്ചു. അങ്ങേക്ക് നാം കൗസർ തന്നില്ലേ നബിയെ? കൗസർ, തീർച്ചയായും അങ്ങേക്ക് നാം കൗസർ തന്നിരിക്കുന്നു. നമ്മൾ മനസ്സിലാക്കിയ കൗസറിന്റെ പുറമേ അല്ലാഹുവിന്റെ മഹാന്മാരായ ഖുർആനിൽ അവഗാഹം നേടിയ പണ്ഡിതന്മാർ കൗസർ എന്ന പദത്തിന് തങ്ങൾ തന്റെ തഫ്സീറുൽ കബീറിൽ മാത്രം 15 അർത്ഥങ്ങൾ പറയുന്നുണ്ട്. അതിലെവിടെയാണ് ഞാൻ പറഞ്ഞ ദൂനിൽ ഉലമയെ നമ്മൾക്ക് കണ്ടെത്താൻ സാധിക്കുക? രണ്ടാമത്തെ വ്യാഖ്യാനമായിട്ട് ബഹുമാനപ്പെട്ട റാസി തങ്ങൾ പറയുന്നു, കൗസറു ഔലാദുഹു. കൗസർ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കൾ എന്ന് തന്നെയാണ്. അവിടുത്തെ കുടുംബത്തിൽ പിറക്കുന്ന സാദാത്തുക്കൾ കാലഘട്ടത്തെ അതിജയിച്ചു. നമുക്കറിയാം, ഈ വിമർശനം കുറിച്ച് അബൂജഹലിന്റെയോ ഉത്ബത്തിന്റെയോ ശൈബത്തിന്റെയോ കുടുംബത്തിലെ ഒരു കണ്ണി പോലും ഇനി ലോകത്തുണ്ട് എന്ന് പറയാൻ സാധ്യമല്ല. ഏതെങ്കിലും ഒരാളുണ്ടെങ്കിൽ ഉത്ബത്തിന്റെ കുടുംബക്കാരനാണെന്ന് പറയാൻ പോലും അയാൾക്ക് താല്പര്യമില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട സന്തതികൾ നമ്മളിവിടെ ഓർത്തു. മഹാനായ സയ്യിദ് ഹാഷിം കോയ തങ്ങള്, അല്ലാഹു തആല അവിടുത്തെ ഉഹറവിയായ ദറജ ഉയർത്തിക്കൊടുക്കട്ടെ. മഹാനായ പാണക്കാട്ട സാദാത്തുക്കൾ നമ്മളിവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്, നിങ്ങളിവിടെ അക്ഷമരായി കാത്തു നിൽക്കുന്നത് ഒരു സയ്യിദിന്റെ വരവിന് വേണ്ടിയാണ്. ആ നിലയിൽ അള്ളാഹുവിന്റെ പ്രവാചകർക്ക് അള്ളാഹു കൊടുക്കുന്ന വാക്ക്, നബിയെ, ഖിയാമത്ത് നാൾ വരെ അങ്ങയുടെ കുടുംബത്തിലുള്ള നല്ല ചുമക്കുട്ടികൾ ഈ ലോകത്ത് കടന്നു വരും. കാണാം, തീർച്ചയായും ഈ അധ്യായം അങ്ങേക്ക് മക്കളില്ല എന്ന് ചേർന്ന മറുപടിയായിട്ടാണല്ലോ ഈ അധ്യായം പഠിച്ചത്. അങ്ങേക്ക് കൗസർ തന്നിരിക്കുന്നു എന്നതിന്റെ അർത്ഥം കാലത്ത് അതിജയിക്കുന്ന നല്ല ചുമക്കുട്ടികളെ കൊണ്ട് അങ്ങേ അല്ലാഹു സന്തോഷിപ്പിക്കുമെന്ന് തന്നെയാണ്. ആ മഹാരഥന്മാരാണ് ഖാലിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളെ പോലെ, മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ പോലെ, മഹാനായ ബറക്കൽ വാഅൽബി മുല്ലക്കോറെ പോലെ നമ്മൾ ഇന്നും ഓർക്കുകയാണ് അത്തരം ആളുകളെ. അപ്പോ രണ്ടാമത്തെ വ്യാഖ്യാനമായിട്ട് പറഞ്ഞത് അങ്ങയുടെ മക്കൾ എന്ന് തന്നെയാണ്. അടുത്ത വ്യാഖ്യാനമായിട്ട് ബഹുമാനപ്പെട്ട ഇമാം റാസി തങ്ങൾ പറയുന്ന കൗസർ എന്ന് പറഞ്ഞാൽ ഉലമാ ഉമ്മത്തിഹി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽ കടന്നു വരുന്ന നല്ല കൽപ്പിച്ച പണ്ഡിതന്മാർ. ആ പണ്ഡിതന്മാരാണ് കൗസർ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. അങ്ങേക്ക് കൗസർ തന്നില്ലേ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നല്ല കൽപ്പിച്ച പണ്ഡിതന്മാരെ കൊണ്ട് അങ്ങയുടെ സമൂഹത്തെ നാം സന്തുഷ്ടമാക്കിയിരിക്കുന്ന നബിയെ, പിന്നെ എന്തിനാണെന്ന് ദുഃഖിക്കുന്നത് എന്നാണ് അതിനർത്ഥം. അത്തരത്തിലുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാരുടെ പരമ്പര നാം പരിശോധിക്കുമ്പോഴാണ് സ്മരിയ പുരുഷനായ മഹാനായ സൈനുൽ ഉലമാ ഉസ്താദിനെ പോലുള്ളവർ കടന്നു വരുന്നത്. പണ്ഡിതന്മാർ ഒരുപാടുണ്ടാവാം, പാണ്ഡിത്യവും പലർക്കും ഉണ്ടാവാം, ഒരുപാട് ആളുകൾക്കുണ്ടാവാം. പക്ഷേ എല്ലാ ഇൽമും കൂടെ നടത്തപ്പെടേണ്ടതല്ലെന്ന് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് നിങ്ങൾ ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരുപക്ഷേ മഹത്തുക്കളായ സമസ്തയുടെ ആലിമീങ്ങളെ കുറിച്ച് പറയപ്പെട്ടതുപോലെ തോന്നപ്പെടുന്ന ഒരു വചനമാണ് ഈ വചനം. ഈ ഹദീസ് ഒരുപാട് ഹദീസ് കിതാബുകളിൽ നമ്മൾക്ക് കാണാം. അബൂ നഈം തങ്ങൾ തന്റെ കിതാബിൽ ഉദ്ധരിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസലി തങ്ങളുടെ യഹീയിലൊക്കെ ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് നമ്മൾക്ക് കാണാം. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ലാ തജ്ലിസു ഇൻദ കുല്ലി ആലിമിൻ, വിവരമുണ്ട് എന്ന് കാണുന്നവന്റെ അടുത്തൊക്കെ പോയി ഇരിക്കാൻ പാടില്ല. ഞാൻ ആരെയും ഉദ്ദേശിച്ചോ അല്ലെങ്കിൽ ആരെയും ഒഴിവാക്കിയോ ആരെയും ചേർത്ത് വെച്ചോ അല്ല വായിക്കുന്നത്. 1400 വർഷങ്ങൾക്കപ്പുറം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിന് ദർശനം ചെയ്ത് പറഞ്ഞുകൊടുത്ത ഒരു വചനമാണ് ഞാൻ ഉദ്ധരിക്കുന്നത്. ലാ തജ്ലിസു, നിങ്ങൾ ഇരുന്നു പോകരുത്. ഇൻദ കുല്ലി ആലിമിൻ, എല്ലാ ആലിമിന്റെ അടുത്ത് പോയിട്ട് നിങ്ങൾ ഇരിക്കാൻ പാടില്ല. ആലിമിന്റെ അടുത്തിരിക്കുമ്പോ നിങ്ങൾ ആ ആലിമിന്റെ ക്വാളിറ്റി മനസ്സിലാക്കണം, ആ ആലിമിന്റെ യോഗ്യത നിങ്ങൾ മനസ്സിലാക്കണം. ഒരുപക്ഷേ ഒരു ആലിമിന്റെ യോഗ്യത ഇൽമു നോക്കിയിട്ട് മനസ്സിലാക്കാനുള്ള കഴിവ് നമ്മൾക്കുണ്ടായിരുന്നെങ്കിൽ
നമ്മളും ഒരു ആലിമാകുമായിരുന്നല്ലോ. അപ്പൊ നമ്മൾക്ക് ഇൽമു കൊണ്ട് ഒരു ആലിമിന്റെ യോഗ്യത മനസ്സിലാക്കാൻ കഴിവുള്ളവരല്ല. അത് മനസ്സിലാക്കാൻ കഴിവുള്ളവർ ആലിമീങ്ങളാണ്. പിന്നെ നമ്മൾ ആലിമിന്റെ യോഗ്യത എങ്ങനെ മനസ്സിലാക്കും? വളരെമായിട്ട് 5 അടയാളങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മൾക്ക് പഠിപ്പിച്ചു തന്നു. എന്താ? യദ്ഉകും മിൻ ഖംസിൻ ഇലാ ഖംസ്. ആലിമീങ്ങൾ 5 കാര്യങ്ങളിൽ നിന്ന് 5 കാര്യങ്ങളിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നവരായിരിക്കണം. ആ ആലിമ് എവിടെയാണോ ഉള്ളത് ആ ആലിമിനെ തെരഞ്ഞുപിടിച്ച് നിങ്ങൾക്ക് അവിടെ ചെന്നിരിക്കാം. 5 കാര്യങ്ങളിൽ നിന്ന് 5 കാര്യങ്ങളിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നവരായിരിക്കണം. വളരെ കൃത്യമായി മനസ്സിലാക്കൂ എന്റെ സാധാരണക്കാരായ കൂട്ടുകാർ. ഒന്നാമതായിട്ട് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഉഖ്റവിയായ ആലിമിന്റെ ഒന്നാമത്തെ അടയാളം, ആ ആലിമ് ക്ഷണിക്കേണ്ടത് മിനശ്ശക്കി ഇലൽ യഖീൻ. ശക്കിലേക്ക് ക്ഷണിക്കുന്നവനാണ് ഉഖ്റവിയായ പണ്ഡിതന്മാർ. പാവപ്പെട്ട സമൂഹം സംശയത്തിന്റെ മുൾമുനയിൽ വട്ടം കറങ്ങുന്ന ഒരവസ്ഥയിലേക്ക് ആലിമീങ്ങൾ സമുദായത്തെ ക്ഷണിക്കാൻ പാടില്ല. അവരുടെ ഇൽമ് സമുദായത്തിന് ശക്ക് സംഭാവന ചെയ്യാനല്ല, സമുദായത്തിന്റെ ശക്ക് നീക്കാനാണ് പണ്ഡിതന്മാർ. പണ്ഡിതന്മാർ തന്നെ സമുദായത്തെ ശക്കിലേക്ക് കൊണ്ടുപോയാലോ? അങ്ങാടിയിലും നാൽക്കവലയിലും ചായമക്കാനിയിലുമൊക്കെ ചർച്ച ചെയ്യപ്പെടാൻ പാടില്ലാത്ത വിഷയങ്ങൾ നാൽക്കവലയിൽ ചർച്ചയാക്കാൻ വേണ്ടി ആലിമീങ്ങൾ മുന്നിട്ടിറങ്ങിയാൽ ആ ആലിമിന്റെ കൂടെ ഇരിക്കാൻ പാടില്ലെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. 90 വർഷമായി മനോഹരമായ ഒരു നദി പോലെ ഒഴുകുകയാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. എവിടെയും ഒരു വക്രത നമ്മൾ കണ്ടില്ല. ഒരു ദിവസം പോലും സമസ്ത പറഞ്ഞ ഏതെങ്കിലും ഒരാശയത്തിന്റെ പേരിൽ സമുദായം ആശങ്കപ്പെട്ടില്ല. ഒരു മണിക്കൂർ പോലും എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു കളഞ്ഞു എന്ന ഒരു അങ്കലാപ്പിലേക്ക് നമ്മളാരും കടന്നുപോയില്ല. കാരണം സമസ്ത പറഞ്ഞത് യഖീൻ മാത്രമാണ്. ബഹുമാനപ്പെട്ട ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ, ബഹുമാനപ്പെട്ടവരുടെ ഓരോ പ്രസംഗങ്ങളും വളരെ വളരെ ഗൗരവത്തിൽ നാം വായിച്ചെടുക്കുമ്പോ ശൈഖുനയുടെ മുന്നിൽ ഒരു പണക്കാരനും വലുതായിരുന്നില്ല. ശൈഖുനയുടെ മുന്നിൽ ഒരാളും വലുതായിരുന്നില്ല. മഹാനായ ശൈഖുന അല്ലാഹുവിന്റെ ദീന് പറയുന്നിടത്ത് മറ്റൊന്നും അവിടത്തേക്ക് വിഷയമായില്ല. ഓരോ പ്രസംഗങ്ങളും നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരുന്നുണ്ട്. ഞാനത് സുദീർഘമായിട്ട് ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ഞാനിതൊന്ന് വിശദീകരിക്കട്ടെ. ശക്കിൽ നിന്ന് യഖീനിലേക്ക് ക്ഷണിക്കുന്നവരായിരിക്കണം പണ്ഡിതന്മാർ. വർത്തമാനകാല കേരളത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ നികരിക്കാതെ തന്നെ, ഈ മനോഹരമായ നഗരി മലീമസമാക്കാതെ തന്നെ ഞാൻ പറയുന്നതിന്റെ ഉള്ളും പുറവുമൊക്കെ വായിച്ചെടുക്കാൻ കഴിവുള്ളവരാണല്ലോ നിങ്ങൾ. ഒരിക്കലും മുഖ്റവിയായ ആലിമീങ്ങൾ സമുദായത്തെ ശക്കിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല. സംശയത്തിന്റെ ഒരു ലാഞ്ചന പോലും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. തുറന്നിട്ട പുസ്തകം പോലെ വായിക്കപ്പെടാൻ സാധിക്കണം ഉഖ്റവിയായ ആലിമിന്റെ ജീവിതം. ഞാൻ ഓർത്തു പോകുന്നു, സമസ്തയോട് വലിയ ആഭിമുഖ്യമൊന്നുമില്ലാത്ത ഒരു കക്ഷിയുമായിട്ട് മഹാനായ ചെറുശ്ശേരി ഉസ്താദിന്റെ അടുത്ത് ഒരു ഫത്വ വാങ്ങാൻ പോയത് ഞാൻ ഇന്നും കഴിഞ്ഞതുപോലെ ഓർക്കുകയാണ്. വാഹനത്തിൽ വെച്ച് സമസ്തയുടെ ആലിമീങ്ങളോട് കുറച്ച് പുച്ഛം തോന്നുന്ന കക്ഷിയായിരുന്നു എന്റെ കൂടെ ഉണ്ടായിരുന്നത്. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ വയനാടൻ ഭാഷയിൽ ഒരു ചാക്ക് കയമേരി കൊണ്ടുപോയി കൊടുത്താൽ മുസ്ലിയാക്കന്മാരെന്തും എഴുതിത്തരും എന്ന് അദ്ദേഹം വണ്ടിയിൽ വെച്ച് പറഞ്ഞു. മഹാനായ ചെറുശ്ശേരി ഉസ്താദിന്റെ അടുത്ത് നിന്ന് ഫത്വ ചോദിച്ചു. ഒരു വിഷയത്തിൽ ഞാനത് വിശദീകരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട ഉസ്താദ് ഫത്വ പറഞ്ഞു. എഴുതിത്തരാൻ വേണ്ടി മുത്തഅല്ലിമീങ്ങളെ ചുമതലപ്പെടുത്തി. എഴുതിക്കൊണ്ടിരിക്കെ മഹാനായ ചെറുശ്ശേരി ഉസ്താദ് ഈ സംശയത്തോടുകൂടെ കടന്നു വന്നവന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടാവും എന്റെ വലത്തും ഇടത്തും നിൽക്കുന്ന ഈ മുത്തഅല്ലിമീങ്ങൾ എന്റെ ഖാദിമീങ്ങളാണെന്ന് നിങ്ങൾക്കൊരു തോന്നലുണ്ടാവും. എന്തുകൊണ്ടാണ് ശൈഖുന അങ്ങനെ പറഞ്ഞത് എന്ന് ഇന്നും എനിക്കറിയില്ല. ശൈഖുന പറഞ്ഞു, എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, ഇവരെന്റെ ഖാദിമീങ്ങളല്ല, എനിക്ക് ഖാദിമീങ്ങളൊന്നുമില്ല. ഞാൻ എന്തെങ്കിലും ഇൽമു പറയുമ്പോ അത് കേട്ട് എഴുതിയെടുക്കാൻ വന്ന മുത്തഅല്ലിമീങ്ങളാണിവർ എന്ന് പറഞ്ഞു മഹാനായ ശൈഖുന. ആരവങ്ങളില്ലാതെ നടന്നുപോയ മഹാരഥന്മാർ. ഒരുപക്ഷെ ബനൂ ഇസ്രായേല്യർ അവരുടെ പ്രവാചകന്മാരെ കുറിച്ച് വിമർശനം പറഞ്ഞത് ഇതെന്ത് നബിയാണ്, അങ്ങാടിയിൽ പോകുന്ന നബിയോ, ആളുകൾക്കിടയിൽ ഇറങ്ങുന്ന നബിയോ? നബി എന്നൊക്കെ പറഞ്ഞാൽ ഒരു പവറൊക്കെ വേണ്ടേ? നബി എന്ന് പറഞ്ഞാൽ കുറച്ച് ജാടകളൊക്കെ വേണ്ടേ? പാണ്ഡിത്യത്തിനും ജാടകളും സമ്പത്തുമൊക്കെ അളവുപോലായി കാണുന്ന ആളുകളെ നമ്മൾക്ക് കാണാം. അവർക്ക് ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു മഹാനായ സൈനുൽ ഉലമയുടെ ജീവിതം. ഒരുപക്ഷെ സുഖിക്കണമെങ്കിൽ സുഖിക്കാനുള്ള വഴികളൊക്കെ അള്ളാഹു തുറന്നു കൊടുത്ത ഒരാൾ തന്നെയായിരുന്നു സൈനുൽ ഉലമ ഉസ്താദ് അവർകൾ. പക്ഷേ അവിടുത്തെ ജീവിതത്തിൽ നമ്മൾ വായിച്ചെടുക്കുന്ന ലാളിത്യം ഇന്ന് നിങ്ങളെപ്പോലുള്ള എല്ലാവർക്കും വലിയ പാഠമാണ്. ഇത് വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കേണ്ടതാണ്. മഹാനായ ശൈഖുന ഓരോ സംശയങ്ങൾ വരുമ്പോഴും സമസ്തയുടെ ഓരോ സമ്മേളനങ്ങളിലും ആരെതിർത്താലും ആർക്ക് വെറുപ്പ് തോന്നിയാലും ഉസ്താദിന് വെറുപ്പ് തോന്നിയില്ല.
ഒരുപക്ഷേ വലിയ സമ്പന്നന്മാരെ വലിയ ആരവങ്ങൾ കൊടുത്തുകൊണ്ട് സ്വീകരിക്കപ്പെടും. എനിക്ക് ഓർമ്മയുണ്ട്, സമസ്തയുടെ ഈ കഴിഞ്ഞ വാർഷിക സമ്മേളനത്തിൽ ശൈഖുന സമസ്തയിലുള്ള ഭിന്നിപ്പിന്റെ അവസ്ഥയെക്കുറിച്ച് വിമർശിച്ചതിനു ശേഷം ആ ഭിന്നിപ്പ് നികത്താനുള്ള ചില വഴികളെക്കുറിച്ച് ശൈഖുന പറഞ്ഞ കൂട്ടത്തിൽ മസ്ലഹത്തിന് വേണ്ടി വന്ന പലരെയും എടുത്തു പറഞ്ഞിരുന്നു. ആ എടുത്തു പറഞ്ഞ കൂട്ടത്തിൽ മഹാനായ ശൈഖ് പറഞ്ഞു, ചാവക്കാട്ടുകാരൻ ഒരു പണക്കാരൻ കുട്ടിയും എന്റെ അടുത്ത് വന്നിരുന്നു എന്ന് പറഞ്ഞു. ഒരുപക്ഷെ പല സമയങ്ങളിലും വളരെയധികം ആദരവ് കൊടുക്കപ്പെടുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ് സൈനുൽ ഉലമ അങ്ങനെ പറഞ്ഞത്. പക്ഷേ ചെറുശ്ശേരി ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം പണമുള്ളവന്റെ കീശയിൽ കിടക്കട്ടെ എന്നതിൽ കവിഞ്ഞ് അള്ളാഹുവിന്റെ ദീനിനെ അങ്ങോട്ട് കൊണ്ടുപോയി വെക്കുന്ന ഒരു സ്വരം അവിടുത്തെ ജീവിതത്തിൽ നമ്മൾ കണ്ടില്ല. ഇത് കേവലം ഒരു അനുസ്മരണ പ്രഭാഷണത്തിന്റെ പൊലിമ കൂട്ടാൻ പറയുന്നതല്ല. സൈനുൽ ഉലമയെ വായിച്ച് മനസ്സിലാക്കിയവരാണ് എന്നേക്കാൾ ഈ വേദിയിലിരിക്കുന്ന മഹാന്മാർ. അപ്പൊ ഉഖ്റവിയായ ആലിമിന്റെ ഒന്നാമത്തെ അടയാളമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് നെയ്യിൽ ക്ഷണിക്കുന്നവരായിരിക്കണം. അവരുടെ വ്യക്തി ജീവിതമായാലും അവർ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കുന്നതായാലും കൃത്യവും വ്യക്തവുമായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും കളങ്കമില്ലല്ലോ. എന്നാൽ പോലും പല ഘട്ടങ്ങളിലും തന്റെ സമൂഹം തന്നെ തെറ്റിദ്ധരിക്കുമോ എന്ന് പേടിച്ചിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഞാൻ ഉദാഹരണം പറയാം. നോക്ക് നിങ്ങൾ, ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തങ്ങൾ തന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് നോക്കൂ നിങ്ങൾ. വഅൻ ഉമ്മുൽ മുഅ്മിനീന സഫിയ്യ റളിയല്ലാഹു അൻഹാ, സഫിയ ബീവിയിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഹദീസ്. കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്തകിഫൻ, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്തെ പള്ളിയിൽ ഇഅ്തികാഫിലായിരുന്നു. ഫഅതൈതുഹു, ഞാൻ അവിടുത്തെ കാണാൻ വേണ്ടി ചെന്നു. അസൂറുഹു ലൈലൻ, ഒരു ദിവസം അവിടുത്തെ ഒന്ന് സന്ദർശിക്കാൻ വേണ്ടി ഞാൻ ചെന്നു. എന്തായിരുന്നു ലക്ഷ്യം? എന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ ഒന്ന് കാണാൻ വേണ്ടിയായിരുന്നു. ഞാൻ അവിടത്തോട് സംസാരിച്ചു. പോകാൻ വേണ്ടി മടങ്ങാൻ വേണ്ടി ഞാൻ എണീറ്റ് നിന്നപ്പോ ഫഖാമ മഈ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്റെ കൂടെ എണീറ്റു. ലിയഖ്ലിബനി, എന്നെ വീട്ടിൽ കൊണ്ടുവിടാൻ വേണ്ടി അവിടുന്ന് പോന്നു. ഫമർറ റജുലാനി മിനൽ അൻസാർ, നിങ്ങൾ വഴിയിലൂടെ നടന്നു പോകുമ്പോ അൻസാരികളായ രണ്ട് ചെറുപ്പക്കാർ നടന്നു പോകുന്നുണ്ട്. അവർ രണ്ടുപേരും ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടപ്പോ അസ്റഅ, വേഗത്തിൽ നടന്നു. അവർ ഞങ്ങളെ കൊണ്ട് അവിടത്തേക്ക് ഒരു ബുദ്ധിമുട്ടാവരുത് എന്ന് കരുതിയിട്ടാവണം അൻസാരികളായ രണ്ടാളുകൾ അതിവേഗം നടന്നുപോയി. അല്ലാഹുവിന്റെ പ്രവാചകർ പറഞ്ഞു, അവിടെ നിൽക്കാൻ പറഞ്ഞു. ആ രണ്ടുപേരും അവിടെ നിന്നപ്പോ അരികിൽ ചെന്നിട്ട് സഫിയ്യയുടെ കൈപിടിച്ചിട്ട് ലോക നേതാവ് പറഞ്ഞ ഒരു വാക്കുണ്ട്. എന്താ അവിടെ നിന്ന് പറഞ്ഞത്? സഹാബത്തെ, ഇന്നഹാ സഫിയ്യത്തു ബിൻതു ഹുയയ്യിൻ, എന്റെ കൂടെ ഉള്ളത് ആരാന്നറിയോ നിങ്ങൾക്ക്? ഇത് ഹുയയ്യിന്റെ മകൾ സഫിയ്യയാണ്, അഥവാ ഇതെന്റെ പ്രിയപ്പെട്ട ഭാര്യയാണ്. ഇതെന്ന് പറഞ്ഞപ്പോ മഹാന്മാര് പറഞ്ഞു, സുബ്ഹാനല്ലാഹി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, അങ്ങ് എന്താണ് ഈ പറയുന്നത്? അങ്ങ് അന്യ പെണ്ണിനെയും കൂട്ടി നടക്കുമെന്ന് ഞാൻ ശങ്കിക്കുന്ന അങ്ങക്ക് തോന്നിയോ? അങ്ങയിൽ അനാവശ്യമായ വല്ലതും സംഭവിച്ചു പോകുമെന്ന് അങ്ങയുടെ അനുചരന്മാർക്ക് തോന്നിയോ? അങ്ങേക്ക് അങ്ങ് എന്തിനാണ് ഈ നിവാരണം നടത്തിയത്? അങ്ങ് എന്തിനാണ് ഞങ്ങൾക്ക് ഇത് പറഞ്ഞു തന്നത്? ഫഖാല, അവിടെ നിന്ന് പറഞ്ഞു, ഇൻസാന യജ്രി മിൻ ഇബ്നി ആദമ മജ്റദ്ദം, രക്തധമനികളിലൂടെ സഞ്ചരിക്കാൻ പിശാചുക്കുമല്ലോ. മനുഷ്യന്റെ രക്തം ഏതിലൂടെ സഞ്ചരിക്കുന്നുവോ അതിൽ സഞ്ചരിക്കാനുള്ള കഴിവ് പിശാചിനുണ്ടല്ലോ. ഫഇന്നി ഖശീതു അൻ യഖ്ദിഫ ഫീ ഖുലൂബികുമാ ശർറ, നിങ്ങളുടെ രണ്ടാളുടെയും കൽബിനുള്ളിൽ എന്തെങ്കിലും ഒരു ശർറ് തോന്നിപ്പോകുമോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ ഈ നിവാരണം നടത്തിയതെന്ന് ആരംഭ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നേതാവിൽ നിന്നാണ് പാഠം ഉൾക്കൊള്ളേണ്ടത്. ആ നേതാവിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടവർക്ക് എന്തിനാണ് വക്രതയുടെ വഴി? ആ വക്രതയുടെ വഴിയെ ന്യായീകരിക്കാൻ എന്തിനാണ് മറ്റു വഴികൾ തേടുന്നത്? ഇവിടെയാണ് ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദിന്റെ ഓരോ പ്രസംഗങ്ങളും നാം വായിച്ചെടുക്കേണ്ടത്. ഒരുപക്ഷേ അവിടുന്ന് ഓരോന്നോരോന്നും കൃത്യമായി പറഞ്ഞു. ഒന്നാമത്തെ അടയാളം ഞാൻ ചുരുക്കട്ടെ, ശക്കിൽ നിന്ന് യഖീനിലേക്ക് ക്ഷണിക്കുന്ന ആലിമാണ് യഥാർത്ഥ ആലിം എന്ന് നാം മനസ്സിലാക്കുക. സമസ്തയുടെ ഓരോ ആലിമ്യങ്ങളും നിങ്ങൾ പരിശോധിക്കും. രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വമിനൽ റിയാഇ ഇലൽ ഇഖ്ലാസ്, റിയാഇൽ നിന്ന് ഇഖ്ലാസിലേക്ക് ക്ഷണിക്കുന്നവരായിരിക്കണം ഉഖ്റവിയായ ആലിമിന്. അങ്ങനത്തെ ആലിമിന്റെ അടുത്തേ നിങ്ങൾ പോയിരിക്കാൻ പാടുള്ളൂ. റിയാഇലേക്ക് ക്ഷണിക്കുന്ന ആലിമിന്റെ അടുത്ത് നിങ്ങൾ പോയിരിക്കണം. ഇഖ്ലാസിലേക്ക് ക്ഷണിക്കുന്നവരായിരിക്കണം. അവിടെയാണല്ലോ ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ ആത്മാർത്ഥതയും മറ്റുമൊക്കെ നാം മനസ്സിലാക്കുന്നത്. ഓരോരുത്തരെയും നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കൂ. കണ്ണിയത്ത് ഉസ്താദിന്റെ ഓരോ സംഭവങ്ങളും നമ്മൾ വായിക്കുമ്പോ അറിയാതെ കണ്ണനഞ്ഞു പോകാറുണ്ടല്ലോ.
ഇഖ്ലാസിലേക്ക് ക്ഷണിക്കുന്നവരാണവർ. ആരാണ് യഥാർത്ഥ ആലിം? അഭിലാഷങ്ങളിലേക്ക് ക്ഷണിക്കുന്നവരല്ല. നിങ്ങളുടെ കൂടെ കൂടിയാൽ ഇന്നത് നേടിത്തരാം എന്ന് പറയുന്നവരല്ല ഉഖ്റവിയായ ആലിമീങ്ങൾ. മറിച്ച് ഉഖ്റവിയായ ആലിമീങ്ങൾ ക്ഷണിക്കുന്നത് ഇലസ്സുഹുദി, ത്യാഗത്തിലേക്കാണ്. തന്റെ വീട്ടിൽ ഖബറൊരുക്കി വെച്ചിട്ട് ഇബ്നു ഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ ആ ഖബറിന്റെ ഓരത്ത് പോയിരുന്നിട്ട് കരയാറുണ്ടായിരുന്നു. ചരിത്രത്തിൽ നമ്മൾക്ക് കാണാം. ഇവിടെ നമ്മൾ കാണുകയാണ് ഒരു കോയക്കുട്ടി മുസ്ലിയാരെ നമ്മൾ കാണുകയാണ്. അല്ലാഹു തആല ദീർഘായുസ്സ് കൊടുക്കുമാറാവട്ടെ. ചെറുശ്ശേരി ഉസ്താദ് പോയപ്പോ നമ്മുടെ മനസ്സിൽ നമ്മൾക്ക് തണലായിട്ട് ബാക്കി നിൽക്കുന്നത് ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദിനെ പോലുള്ള മഹാന്മാരാണ്. അവർ നമ്മളെ ക്ഷണിക്കുന്നത് ഇലസ്സുഹുദി, ത്യാഗത്തിലേക്കാണ്. ബഹുമാനപ്പെട്ട അത്തിപ്പറ്റി ഉസ്താദിനെ പോലുള്ളവർ റേഡിയേഷൻ നടത്തണം അങ്ങയുടെ രോഗശമനത്തിന് എന്ന് പറഞ്ഞപ്പോ എന്റെ താടിരോമം, ഡോക്ടറെ നിങ്ങൾ മനസ്സിലാക്കിയ താടിരോമമല്ല, ഇതൊരു സിംബലാണ്. ഇതെന്റെ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് എനിക്കുള്ള കടപ്പാടാണ്. ഈ താടിരോമങ്ങൾ നീക്കിയിട്ടുള്ള റേഡിയേഷൻ എനിക്ക് ആവശ്യമില്ലെന്ന് പറയാൻ ഒരു മനുഷ്യന് സാധിക്കുമെങ്കിൽ അവരുടെ സമർപ്പണം, അവരുടെ ഡെഡിക്കേഷൻ എത്ര വലുതാണ്. അവരാണ് മഹാന്മാരായ നമ്മുടെ പണ്ഡിതന്മാർ. അവർ നമ്മെ ക്ഷണിക്കുന്നത് ഇലസ്സുഹുദിയിലേക്കാണ്. പരിപാടികളിൽ മഹാനായ ചെറുശ്ശേരി ഉസ്താദിന്റെ കൂടെ എനിക്ക് കാസർഗോഡ് ജില്ലയിലും മംഗലാപുരത്തുമൊക്കെ പല പരിപാടികളിൽ ഞാൻ എന്റെ മനസ്സുകൊണ്ട് അറിയാതെ കരഞ്ഞുപോയ പല സന്ദർഭങ്ങളുമുണ്ട്. കാസർഗോഡിന്റെ വിവിധ കുഗ്രാമങ്ങളിലുള്ള പരിപാടികൾക്ക് മഹാനായ ശൈഖന വന്ന് റെയിൽവേ സ്റ്റേഷനിൽ കുറെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ മഹാനായ ഉസ്താദിനെ കൊണ്ടുവരാൻ വേണ്ടി വന്നത് വളരെ നമ്മുടെ കാഴ്ചപ്പാടിൽ വളരെ നിസ്സാരപ്പെട്ട വാഹനങ്ങളിൽ മഹാനായ ശൈഖന് ഒരു പരാതിയുമില്ലാതെ ഒരു പരിഭവവുമില്ലാതെ കയറി യാത്ര ചെയ്യുന്നത് എത്രയോ തവണ ഞാൻ കണ്ടിട്ടുണ്ട്. മറ്റുള്ള മഹാരഥന്മാരായ നമ്മുടെ മുൻഗാമികളെയൊന്നും നേരിട്ട് വായിച്ച് മനസ്സിലാക്കാൻ നമ്മൾക്ക് സാധിച്ചില്ലെങ്കിലും ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദിനെ പലപ്പോഴും വായിച്ചിട്ടുണ്ട്. ഞാൻ പലപ്പോഴും മനസ്സുകൊണ്ട് വിചാരിച്ചിട്ടുണ്ട് ഉസ്താദ് ഇത്രത്തോളം താഴേണ്ടിയിരുന്നില്ല എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. അവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത് ഉഖ്റവിയായ ആലിം ക്ഷണിക്കുന്നത് അഭിലാഷങ്ങളിലേക്കല്ല, ഇലസ്സുഹുദി, ത്യാഗത്തിലേക്കാണ്. താനൊരു പണ്ഡിതനാണെന്ന് മനസ്സിലാക്കാൻ കോടിക്കണക്കിന് രൂപയുടെ വാഹനങ്ങൾ വേണ്ടി വന്നില്ലല്ലോ ചെറുശ്ശേരി ഉസ്താദിന്. അതുതന്നെയല്ലേ ഒരാലിമിന് അല്ലാഹു കൊടുക്കുന്ന മഹത്വത്തിൽ നിന്നൊക്കെ വാങ്ങിയ വാഹനങ്ങളും ആരിൽ നിന്നൊക്കെയോ കടമെടുത്ത പുറമോടിയുമൊന്നും വേണ്ടി വന്നില്ല. ബഹുമാനപ്പെട്ട കാളിയാരകത്തെ സൈനുദ്ദീൻ മുസ്ലിയാർക്ക് താനൊരു ആലിമാണെന്ന് ലോകത്തിന് പറഞ്ഞു എന്ന് കേട്ടപ്പോ നാടും നഗരവും ഇളകി മറിഞ്ഞു. അറിയാത്തവരാരുമുണ്ടായിരുന്നു, ബാക്കിയുണ്ടായിരുന്നില്ല. ഇന്നും ഇവിടെ സംസാരിക്കപ്പെട്ടപ്പോഴൊക്കെ എല്ലാവരുടെയും കണ്ണിലീറനണിഞ്ഞത് ആ വലിയ മനുഷ്യനോടുള്ള ഖൽബിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന വല്ലാത്ത ഒരു സ്നേഹം തന്നെയാണ്. ഈ ഒരു സ്നേഹം പോലെ മഹാനായ ചെറുശ്ശേരി ഉസ്താദിന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മുടെ ഓരോ നേതാക്കന്മാരെയും ഒന്ന് അനുസ്മരിച്ചു നോക്കൂ നിങ്ങൾ. ബഹുമാനപ്പെട്ട ഞാൻ ഓർത്തു പോകുന്ന മഹാനായ കെ.ടി. ഉസ്താദ് തന്റെ ജനാദ നമസ്കാരത്തിന് ജനലക്ഷങ്ങളെ കോഴിക്കോട്ടെ കടപ്പുറത്ത് കൊണ്ടുവന്നിട്ട് വഫാത്തായി പോയ മഹാനല്ലേ. മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി തങ്ങൾ കുളിച്ച് തനിക്ക് കഫൻ ചെയ്യാനുള്ള തുണി നിവർത്തി വെച്ചിട്ട് അതിൽ കിടന്ന് വഫാത്തായി എന്ന് നമ്മൾ പുസ്തകത്തിൽ വായിച്ചു. പക്ഷേ വർത്തമാനകാലത്ത് നമ്മളും കണ്ടു നമ്മുടെ പ്രിയപ്പെട്ട നേതാവിനെ. അന്ന് പലരും പറഞ്ഞിരുന്നു ഉസ്താദിനോട് വിശ്രമിച്ചു കൊള്ളാൻ. പക്ഷേ ഉൾവിളി വന്നുകൊണ്ട് ആ വേദിയിൽ നെറ്റിയിൽ കൈകൊടുത്ത് കെട്ടി മാനു മുസ്ലിയാർ നോക്കിയത് ഇനി എനിക്ക് പോകാൻ സമയമായി, എന്റെ വിളിക്കുത്തരം ചെയ്തിട്ട് അറബിക്കടലിന് സമാനമായ ഒരു കടൽ തീർക്കാൻ എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാർക്ക് സാധിച്ചിട്ടുണ്ട്, ഇനി മാനവിന് പോകാം എന്ന് മനസ്സിലായി ഇറങ്ങിപ്പോയ മഹാനല്ലേ മാനു മുസ്ലിയാർ. അന്ന് അറബിക്കടലിൽ നിന്ന് ഒളിവെടുത്ത വെള്ളം അറബിക്കടലും വിചാരിച്ചിട്ടുണ്ടാവും എന്റെ വെള്ളത്തിന്റെ അതേ രുചി ാണല്ലോ ഇന്നിവിടെ ജനസഹസ്രങ്ങളുടെ കണ്ണിൽ നിന്നും വെച്ചു വീണത്. ഒരാളിന് കിട്ടാവുന്ന ഏറ്റവും വലിയ അംഗീകാരമല്ലേ. അവർ നടത്തിയ പ്രവർത്തനം നിശബ്ദ വിപ്ലവങ്ങളായിരുന്നു. അവർ ക്ഷണിച്ചത് ഇലസ്സുഹുദി, ത്യാഗത്തിലേക്ക്. നാലാമത്തെ അടയാളം വമിനൽ കിബ്രി ഇലത്തവാദു. ആരാണ് ഏത് ആലിമിന്റെ അടുത്താണ് പോയിരിക്കേണ്ടത്? കിബ്റിലേക്ക് ക്ഷണിക്കുന്നവന്റെ അടുത്തേക്കല്ല, ഇലത്തവാദു, വിനയത്തിലേക്ക് ക്ഷണിക്കുന്നവന്റെ അടുത്ത് പോയിരിക്കും. വിനയമാവണം ആലിമിന്റെ അടയാളം.
വിനയമാവണം. ഉഖ്റവിയായ ആലിമിന്റെ സിംബൽ വിനയമാവണം. നമ്മുടെ ഉസ്താദുമാരെ ഒന്ന് പരിശോധിച്ചു നോക്കുക. തല ഒരിക്കലും ഉയർത്തിപ്പിടിക്കുമായിരുന്നില്ല. മഹാനായ കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ, അല്ലാഹു തആല അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് അവിടെ ഒരിക്കലും വലിപ്പത്തരം പറഞ്ഞില്ല. എത്ര ലാളിത്യത്തോടുകൂടെയായിരുന്നു അവിടുത്തെ ജീവിതം, അവിടുത്തെ വസ്ത്രവിധാനം. കടവത്തൂരിൽ ഒരു മരണ വീട്ടിൽ മഹാനായ ചെറുശ്ശേരി ഉസ്താദ് വന്നിരുന്നു. കഴിഞ്ഞ മഴയല്ല, അതിന്റെ തൊട്ടു മുമ്പുള്ള മഴക്കാലത്ത് നമുക്കൊക്കെ അറിയാം, എ.പി. ഇസ്മായിൽ എന്ന് പറയുന്ന ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ ഉമ്മ മരിച്ചെന്ന് മലവെള്ളം കയറിയിട്ട്, പുഴയിലെ വെള്ളം കയറിയിട്ട് അങ്ങോട്ട് പോകാൻ സാധിക്കുന്നില്ല. മഹാനായ ചെറുശ്ശേരി ഉസ്താദ് അന്ന് പെരിങ്ങത്തൂരിൽ പ്രസംഗിക്കുന്ന ദിവസമാണ്. ഉസ്താദ് അന്ന് എ.പി. ഇസ്മായിൽ സാഹിബിന്റെ വീട്ടിലേക്ക് പോയി. വളരെ അതിന്റെ മുകളിലാണ് ഉസ്താദ് അവിടെ എത്തിയത്. ഞാൻ അതിന്റെ തൊട്ടു പിറകെ ചെന്നപ്പോ എ.പി. ഇസ്മായിൽ എന്ന് പറയുന്ന മാന്യ സഹോദരൻ എന്നെ ആലിനോട് പറഞ്ഞതിനേക്കാൾ എന്നെ കരയിപ്പിച്ചത് ഉസ്താദിന്റെ നന്മയാണ് ചെയ്തത്. കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട MP അബ്ദുൽ വഹാബ് പറഞ്ഞതുപോലെ, എന്നെ ഓർക്കപ്പെടാൻ മാത്രം ഞാൻ എന്താ ചെയ്തത്? ആരായി വന്നത്? ഇതിന് മാത്രം എന്ത് കടപ്പാടാണ്, ഇതിന് മാത്രം എന്ത് നന്മയാണ് ഞാൻ ചെയ്തത്? അങ്ങനത്തെ എന്നെ കാണാൻ ഉസ്താദ് വന്നതോർത്തിട്ട് എന്റെ ഉമ്മയുടെ വിട പറച്ചിലിനേക്കാൾ എനിക്ക് ദുഃഖം തോന്നി എന്നൊരു മാന്യ സഹോദരൻ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. ആ ഒരു ലാളിത്യം, അതിലേക്കാണ് അവർ നമ്മളെ ക്ഷണിച്ചത്. അവർക്ക് ഏതെങ്കിലും രാഷ്ട്ര തലവന്മാരുടെ മുന്നിൽ പോകണമെന്ന് കൊതിയുണ്ടായില്ല. അവർക്ക് ആഡംബരത്തിന്റെ പറുദീസയിലുള്ള വാഹനങ്ങൾ വേണമെന്നും അങ്ങനെ യാത്ര ചെയ്യണമെന്നും അവർക്ക് മോഹം വന്നില്ല. അതൊന്നുമില്ലാതെ തന്നെ അല്ലാഹുവിന്റെ ഭൂമിയിലൂടെ അവർ നടന്നപ്പോ അത്ഭുതങ്ങളുണ്ടായി. അതാണല്ലോ സമസ്ത എന്ന് പറയുന്ന 300 വർഷം പഴക്കമുള്ള ഇന്നും യൗവനത്തിൽ നിലകൊള്ളുന്ന പ്രസ്ഥാനം അവരുടെ ഇഖ്ലാസിന്റെ പ്രതീകമാണ്. അവർ അതിനുവേണ്ടി അവരുടെ ജീവിതമെന്ന് സമർപ്പിച്ചു. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവരുടെ ജീവിതത്തിന്റെ അളവ്. അഞ്ചാമതായിട്ട് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മിനൽ അദാവത്തിൻ നസ, ഉഖ്റവിയായ ആലിമീങ്ങൾ ശത്രുതയിലേക്ക് ക്ഷണിക്കുന്നവരല്ല, അവർ നസീഹത്തിലേക്ക് ക്ഷണിക്കുന്നവരാ, ഗുണകാംക്ഷയിലേക്ക് ക്ഷണിക്കുന്നവരാ. ഇതിനെ കൊല്ലൊരു ഉദാഹരണമില്ല. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ചരിത്രത്തിൽ അല്ലറച്ചിലങ്ങളും പ്രയാസങ്ങളും ഒക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. ആ പ്രയാസങ്ങളിൽ വളരെ വലിയ പ്രയാസമായി 989 കാലഘട്ടത്തിൽ ചില പ്രയാസങ്ങൾ ഉണ്ടായപ്പോ, ആ പ്രയാസങ്ങൾ കാരണം ചില ആളുകൾക്ക് സമസ്തയിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നപ്പോ ബഹുമാനപ്പെട്ട സമസ്തയുടെ മഹാന്മാരായ പണ്ഡിതന്മാർ കാണിച്ച ഒരു നസീഹത്ത് ഒരുപക്ഷെ ലോകത്ത് തുല്യതയില്ലാത്ത നസീഹത്തായിരിക്കാം. ഏതൊരു സംഘടനാശാസ്ത്രവും ഏതൊരു സംഘടനയുടെ പ്ലാറ്റ്ഫോമും നാം വായിച്ചെടുക്കുമ്പോ ഒരാൾ പുറത്തുപോയാൽ അവിടെ മറ്റൊരാളെ എടുക്കുക എന്നത് ആ സംഘടനയുടെ ഒരു നിയമമാണ്, അതൊരു നിബന്ധനയാണ്. പക്ഷേ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 40 അംഗ മുശാവറയിൽ നിന്ന് ഏതൊക്കെയോ ചില ആളുകൾ മാറി നിന്നപ്പോ അവരെന്തെങ്കിലും കടന്നു വന്നാൽ അവർ സമസ്തയുടെ ഓഫീസിന്റെ പുറം ഭാഗത്തു നിന്ന് അവരുടെ കസേരയിലേക്ക് എത്തി നോക്കണമെന്ന് അവർക്ക് തോന്നിയാൽ തങ്ങളുടെ കസേരയിൽ മറ്റുള്ള ആരെങ്കിലും കയറിയിരിക്കുന്നത് കണ്ടിട്ട് മസ്ലഹത്തിനൊരു തടസ്സമായി പോകരുത് എന്ന് മനസ്സിലാക്കിയിട്ട് ആ കസേരകൾ മാറ്റിവെക്കാൻ മാത്രം ഹൃദയവിശാലതയുള്ളവരായിരുന്നു മഹാന്മാരായ നമ്മുടെ നേതാക്കന്മാർ. ഇതിനപ്പുറം എന്ത് നസീഹത്താണ് അവർ കാണിക്കേണ്ടത്? അതുതന്നെയാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, വമിനൽ അദാവത്തി ഇലൻ നസീഹ. അവർ അദാവത്തിൽ നിന്ന് നസീഹത്തിലേക്ക് ക്ഷണിച്ചവരാ, ഗുണകാംക്ഷയിലേക്ക്. ആ ഗുണകാംക്ഷയിലേക്ക് ക്ഷണിക്കുന്നതിൽ മുൻപന്തിയിൽ നിന്ന് ഓരോ വിഷയത്തിലും നമുക്കറിയാം, നമ്മളെപ്പോലുള്ള വാക്കൾ ചില വിഷയങ്ങളിൽ പെട്ടെന്ന് പ്രതികരിച്ചപ്പോഴൊക്കെ ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദൊക്കെ കാണിച്ച ആ ഒരു സംയമനവും ആ ഒരു നസീഹത്തും ആ ഒരു പക്വതയുമൊക്കെ ഇന്ന് നമ്മൾ ഓർക്കുകയാണ്. അവസാനം ഉസ്താദ് തന്നെ അത്തരം വിഷയങ്ങളിൽ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം സമൂഹത്തിന് ബോധ്യമാക്കി കൊടുത്തപ്പോൾ ഒരാൾക്ക് പോലും മിണ്ടാട്ടമില്ലാത്ത വിധം അത് അസ്തമിച്ചു പോയതും നമ്മൾ മനസ്സിലാക്കുന്നു. ഞാൻ ഈ മനോഹരമായ ഒരു പരിപാടിയിൽ അത്തരം വിഷയങ്ങളിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ ഈ 5 കാര്യങ്ങൾ ഉഖ്റവിയായ ആലിമിനുണ്ടാകണം. ആ ആലിമിന്റെ കൂടെയാണ് നിങ്ങൾ ഇരിക്കേണ്ടത് എന്ന് ആരംഭ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്റെ വാക്ക് എവിടെ അവസാനിക്കുന്നുവോ അതിന്റെയൊക്കെ എത്രയോ മേലെയാണ് ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദിനെ പോലുള്ള മഹാരഥന്മാർ.
അവരുടെ ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളും വായിച്ച് മനസ്സിലാക്കിയവർ, ഓരോ അനുഭവങ്ങളും അനുഭവിച്ച് സന്തോഷമറിഞ്ഞവർ ഈ മജ്‌ലിസിലുണ്ട്, ഈ നഗരിയിലുണ്ട്. അതുകൊണ്ട് ഞാൻ എന്റെ സംസാരം ദീർഘിപ്പിച്ചു കൊണ്ടുപോകുന്നില്ല. മഗ്‌രിബിന് ശേഷം മറ്റൊരു സ്ഥലത്തെത്തേണ്ടതുകൊണ്ടും ഇവിടെ ഒരുപാട് ആളുകൾ പ്രസംഗിക്കാനുള്ളതുകൊണ്ടും ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന ഉഖറവിയായ ആലിമിന്റെ സത്യസരണിയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്നത്. നമുക്ക് നോക്കിയാൽ അവരാരും ഇൽമ കൊണ്ട് പൊങ്ങച്ചം കാണിച്ചവരല്ല. ലാ തതഅല്ലമുൽ ഇൽമ ഫിൽ ഉലമ വലിതുഹാദു ബിഹി സുഫഹാ തസ്രിഫു ബിഹി വജൂഹൻ നാസി ഇലൈക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ ഇൽമ് പണ്ഡിതന്മാർക്കിടയിൽ പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടിയുള്ളതാവാൻ പാടില്ല. അതേപോലെ നിങ്ങളുടെ ഇൽമ് വിഡ്ഢികളെ വിളിക്കാൻ ആർക്കും സാധിക്കുമല്ലോ, അതിനും ആവരുത്. നിങ്ങളുടെ ഇൽമ് വലി തസ്രിഫു ബിഹി വജൂഹൻ നാസി ഇലൈക്കും, ജനശ്രദ്ധ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയും ആവരുത് നിങ്ങളുടെ ഇൽമ്. ഈ മൂന്നിന് വേണ്ടി ആരെങ്കിലും ഇൽമ് ഉപയോഗപ്പെടുത്തിയാൽ ഫമൻ ഫഅല ദാലിക ഫഹുവ ഫിന്നാർ. ഇബ്നു മാജ തങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസ. ആരെങ്കിലും ഈ മൂന്ന് കാര്യത്തിന് വേണ്ടി ഇൽമിനെ ദുരുപയോഗം ചെയ്താൽ അവൻ നരകക്കാരനായിരിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഉഖറവിയായ ആലിമീങ്ങളുടെ സരണിയായ ബഹുമാനപ്പെട്ട സമസ്തയുടെ കൂടെ ജീവിതാവസാനം വരെ ജീവിക്കാനും ഇൻഷാ അല്ലാഹ് നാളെയുടെ പാരത്രിക ലോകത്ത് മഹാന്മാരായ നമ്മുടെ സാദാത്തുക്കളും മഹാന്മാരായ നമ്മുടെ ഉലമാക്കളും തീർത്ത ആ ഒരു ശൃംഖലയിൽ ഒരു കണ്ണിയായി തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ ഒരു പ്രദേശത്ത് നല്ല ഒരു സംരംഭം തുടങ്ങാൻ ഇതിന്റെ സംഘാടകർ ലക്ഷ്യമിടുന്നു. എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ഈ സ്ഥാപനം യഥാർത്ഥത്തിൽ ഈ നാട്ടിൽ വരിക വഴി ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നത് ഈ നാടിന്റെ സുഹൃതമാണ്. ഇത് ഒരുപക്ഷേ മുസ്ലിമിന്റെ വശമാവിൽ സ്ഥാപനം. ഇവിടെയുള്ള സർവ്വ മനുഷ്യർക്കും, മതമുള്ളവർക്കും മതമില്ലാത്തവർക്കുമൊക്കെ സുഹൃതം ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ഇവിടെ വരാൻ പോകുന്നത്. ഈ സ്ഥാപനത്തിന് ശിലപാകുന്നത് പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിലെ പ്രിയപ്പെട്ട PMS പൂക്കോയ തങ്ങളുടെ പ്രിയപ്പെട്ട പുത്രൻ പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളാണ്. എന്റെ ശബ്ദം കേൾക്കുന്ന ഇതര മത സുഹൃത്തുക്കളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഭാഗ്യം ലഭിച്ചവരാണ്. തളി ക്ഷേത്രത്തിന്റെ ഗോപുരവാതിലിന് ആരോ തീയിട്ടപ്പോ ക്ഷേത്ര കമ്മിറ്റിക്കാരവിടെ എത്തിച്ചേരുന്നതിന് മുന്നേ ഗോപുരവാതിലിന്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് ആരാണ് ഈ അതിക്രമം കാണിച്ചത്, ആര് ചെയ്താലും ഈ അനീതിക്ക് ഞാൻ എന്റെ സമുദായത്തോട്, ഞാൻ എന്റെ നാട്ടുകാരോട് കേരളത്തിലെ തങ്ങന്മാരുടെ ആ ഒരു കരങ്ങളാലാണ് ഈ സ്ഥാപനം ഇവിടെ ഉദ്ഘാടനം തുടക്കം കുറിക്കപ്പെടുന്നത്. അതുപോലെ മതസൗഹാർദ്ദത്തിന്റെ കേരളത്തിലെ എന്നല്ല ലോകത്തിന്റെ തന്നെ. അതുകൊണ്ട് ഈ സ്ഥാപനം ഇവിടെ വരിക വഴി യഥാർത്ഥത്തിൽ ഇവിടെ മതസൗഹാർദ്ദത്തിന്റെ, സ്നേഹത്തിന്റെ, സൗഹൃദത്തിന്റെ ഒരുപാട് നന്മകൾ ചേർത്ത് വായിക്കാനാണ്. അതുകൊണ്ട് ജാതിമത ചിന്തകൾക്കപ്പുറം നല്ല ഒരു നാടാണ് ഈ പ്രദേശം. നിങ്ങളെല്ലാവരും ഈ സ്ഥാപനത്തെ സഹായിക്കണമെന്നും എല്ലാവരുടെ പിന്തുണയും എല്ലാവരും നൽകണമെന്നും വളരെ വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് ഇവിടെ നൽകുന്നു. وآخر دعوانا الحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته.